ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോയിനോട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവൾക്കാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകാത്ത കാരണം എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ഹീറോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് ആ പെർഫ്യൂം അവൾക്കെടുത്ത് സ്മെല്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവളിങ്ങനെ സ്മെല്ല് ചെയ്തതിന് ശേഷമായിരുന്നു അവനോട് ഒരു കാര്യം പറഞ്ഞിരുന്നത്. നല്ല സ്മെല്ലാണല്ലോ, ഈ സ്മെല്ലിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുകൊണ്ടു പോകുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ മിക്കവരും ഈ പെർഫ്യൂം അടിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ളവർക്കാർക്കും നമ്മുടെ ഹീറോയിൻ പറഞ്ഞ തീരുമാനത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതവർ സെയിൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു തീരുമാനം പറയുന്നില്ല എന്നും അത് ബോസ് തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ മേലേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്കെന്തോ ഹീറോയിൻ പറഞ്ഞ ആ തീരുമാനത്തോട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് നമ്മൾ എന്തായാലും ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയില്ലേ, അവളും ഹീറോയിൻ്റെ അമ്മയും കൂടെ ഇരുന്നിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിരിപ്പുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ നിന്നെപ്പോലൊരു മകളെയായിരുന്നു എനിക്ക് ആവശ്യം, ഞാനും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്, ഒരു എരുമ മാട്, എന്നെ ഇതുവരെ ഒന്നും ഒരു ബ്യൂട്ടി പാർലറിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് കുറ്റം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു വീടിൻ്റെ പുറത്തൊരു കാറ് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഈ ഹീറോയിൻ്റെ ഫ്രണ്ടും ഹീറോയിൻ്റെ അമ്മയും കൂടെ ജനൽ വഴി നോക്കുന്ന സമയം ഹീറോയിൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതായിരുന്നു കാണുന്നത്. ഹീറോയിനെ കൊണ്ടുവിടാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഹീറോയിനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനിന്ന് പറഞ്ഞ തീരുമാനം എന്തോ ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് അവനാണെങ്കിൽ നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതുവരെയും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, മാത്രമല്ല ഇന്ന് നിൻ്റെ തീരുമാനത്തോട് പൂർണ്ണമായിട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് ഞാൻ എസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നീ ആരുടെ കൂടെ കാറിൽ വന്നതും അത് ഈ സമയത്ത് ആരെങ്കിലും കണ്ട് എന്ത് വിചാരിക്കും, ആരുടെ കൂടെ പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയാൻ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും അമ്മ കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ലാസ്റ്റ് അവൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ അന്ന് കാണിച്ചിരുന്നില്ല, ഞാൻ സ്നേഹിച്ച പയ്യനാന്ന് പറഞ്ഞിട്ട്. ഉടനെ അമ്മ അടി നിർത്തിയിട്ട് എനിക്ക് തോന്നിയത് അവനായിരിക്കുമെന്ന്. പക്ഷേ അവനെന്തിനാ ഇങ്ങനെ കാറിലൊക്കെ വന്നത്, അവൻ കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് കാറൊന്നുമല്ല, അവൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രൈവറാണ്, അങ്ങനെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ഇത്രയും വലിയൊരു കമ്പനിയുടെ ബോസാണെന്നുള്ള കാര്യമൊന്നും അവളുടെ അമ്മയോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ആ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ്റെ തിരക്കിട്ട് എന്തോ ലാപ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഹീറോയിൻ ടേബിളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ അവൻ അവളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല. എന്തായാലും അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഹീറോയിൻ കണ്ണു തുറന്നിരുന്നത്. പെട്ടെന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നീ ഇന്ന് ടയേർഡാണോ, എന്തോ നിനക്കൊരു ക്ഷീണം പോലെയും ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒന്നൊരു വയ്യായ്മ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ അത് മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ഇന്നേ ദിവസം റെസ്റ്റ് എടുത്തോ, വീട്ടിലേക്ക് പോയി നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. കേൾക്കാത്ത പാടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേ ദിവസം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. നേരെ അവൾ അവിടേക്കായിരുന്നു പോയിരുന്നത് കേട്ടോ. അവിടെ പോയിരുന്ന് ഭയങ്കരമായിട്ട് അവൾ മദ്യപിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കൂടെ നമ്മുടെ ഹീറോയിനോട് ഒരു ഇഷ്ടമുള്ളൊരു പയ്യനില്ലേ, അവനും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ വരച്ചിരുന്ന ഒരു പടം ഉണ്ടായിരുന്നില്ലേ, അതവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾ അതെങ്ങനെയെങ്കിലും തുറന്ന് നോക്കണമെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്തുകൊണ്ടോ അത് നോക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും എന്തൊക്കെയോ പറഞ്ഞ് അവനെന്ന് പിടിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൻ അവളോടൊരു കാര്യം ചോദിച്ചിരുന്നത്. നിനക്കൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഏത് കമ്പനിയാണെന്ന് ചോദിക്കുന്ന സമയത്തായിരുന്നു, അത് നിങ്ങളോട് ഇതുവരെ ഞാൻ പറഞ്ഞില്ല അല്ലേ, അതൊരു സെക്രട്ടറി പോസ്റ്റാണ്, മാത്രമല്ല അതിലെനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞതോടുകൂടെ അവിടെ ഇരുന്നവരുടെ എല്ലാവരും കിളി പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയില്ലേ, അവളാണെങ്കിൽ എന്തുകൊണ്ടോ ഇവൾ ഈ മദ്യപിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വെറുതെ തള്ളുന്നതാ, ഞാൻ ഇവളെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ, ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ക്രഷുള്ള പയ്യനില്ലേ, അവൻ നേരെ വന്നിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് നീ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട, ഞാൻ ഇവളെ വീട്ടിലേക്കാക്കാം, നമുക്ക് പിന്നെയും പാർട്ടിയിലിരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവൾ സമ്മതിച്ചിരുന്നില്ല. സാരമില്ല, ഞാൻ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഹീറോയിനും കൂട്ടി അവൾ പിന്നെയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോ വന്നിട്ട് ഇവളെന്തിനാ ഇവിടെ ഇത്ര മദ്യപിച്ചിട്ട് എന്താ ഇവിടെ പാർട്ടി എന്തിലുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ്റെ ഫ്രണ്ട്, നിങ്ങൾ ഇന്നലെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ആ ഡ്രൈവർ പയ്യനല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യം, ഇവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ ലേശം മദ്യപിച്ചത് കൂടി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹീറോ ആണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെയും ഹീറോയുടെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ. രാവിലെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ അമ്മ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നാളെ വലിയ നിനക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ കൂടെ ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതൊക്കെ നടക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോ, നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് പറയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്ന കാര്യം നിനക്ക് ഓർമ്മയില്ലേ? മൂക്ക് മുട്ട കുടിച്ച് അവൻ്റെ കൂടെ നീ വന്നു കയറിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ സത്യം ഇട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ ദിവസം അവനെ കണ്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ അവൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവനോട് തന്നെ വിളിച്ച് ചോദിക്കുക, അവൻ തന്നെ നിന്നെ രാത്രി ഇവിടെ കൊണ്ടാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അപ്പോൾ ഇതിനിടയിൽ എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ശേഷം അവളുടെ അമ്മയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാൻ നീ കേൾക്കോ, എൻ്റെ മരുമോനെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ, നാളത്തെ ദിവസം നീ അവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, നാളെ അവന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ വേണ്ട, നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആവാമല്ലോ, അന്ന് നീ അവനെയും കൂട്ടി വരാനായിട്ട് പറയുമ്പോൾ അന്നായിരുന്നാലും എന്നായിരുന്നാലും അവന് ഭയങ്കര തിരക്കാണ്, അവന് നിന്ന് തിരികെ സമയമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവളുടെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി എഴുന്നേൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് അവർക്ക് അവരുടെ ഇടുപ്പിൽ ഒരു കൊളുത്തി വീഴുന്നത്. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫിയാൻസി പെൺകുട്ടിയില്ലേ, അവളുടെ അച്ഛൻ്റെ ഓഫീസാണ് കേട്ടോ. അവളുടെ അച്ഛനാണെങ്കിൽ അവൾക്കൊരു ചെക്കനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവൻ ആ ഓഫീസിലെങ്ങോട്ട് പുതിയ പാർട്ട്ണർഷിപ്പിൽ എന്താ വരുന്ന ഒരാളാണ്. എന്തായാലും ആ പെൺകൊച്ചിന് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ തിരിയുന്ന സമയത്തായിരുന്നു അവനെ നമ്മൾക്ക് മനസ്സിലാവുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനൊരു ക്രഷുള്ള ഒരു പയ്യനില്ലേ, ആ പയ്യനായിരുന്നു കേട്ടോ അത്. അവനൊരു വലിയ കമ്പനിയുടെ CEO ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ മറച്ചു വെച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യം എന്തായാലും പറഞ്ഞിട്ടില്ല. എന്തായാലും അത് നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയല്ലേ. അവരാണെങ്കിൽ ഹീറോയിനോട് പിണങ്ങിയിരിക്കുകയാണ്, വേറൊന്നുമല്ല. എന്നാലും ഞാൻ ഇത്രയും വേദനിച്ച് ഹോസ്പിറ്റലായിട്ടും നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ, അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ, അവനോട് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എനിക്ക് അവന് എന്ത് ഇഷ്ടമാണെന്നറിയോ, എന്നിട്ടൊന്നും വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫുഡും കഴിക്കാൻ കൂട്ടാക്കാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ എന്തായാലും ഹീറോയെ കൊണ്ടുവരാതെ ഇനി ഒരു വഴിയില്ലാന്ന് മനസ്സിലായിട്ട് ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത്, അവൻ ഇവിടെ വരണം, അത്രയല്ലേ ഉള്ളൂ, അത്രയും മതിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയുടെ ഓഫീസിലേക്ക് ഈ ഫിയാൻസി പെങ്കൊച്ചും അവളുടെ അമ്മയും വരുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മയാണെങ്കിൽ ഹീറോയോട് സംസാരിക്കുന്നുണ്ട്, മോനെ നിൻ്റെ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവൾക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവായിട്ട് ഇവൾ എന്ന് നിൻ്റെ കൂടെ കാണും. അത് കാരണം പെട്ടെന്ന് വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തുന്നതല്ലേ നല്ലത്, നിനക്കും അതൊരു ആശ്വാസവും. പുറത്തുനിന്നുള്ളൊരു പെങ്കൊച്ചാകുമ്പോഴത്തേക്കും അവൾക്ക് ഇവിടുത്തെ കാര്യം എന്തറിയാമെന്ന് വെച്ചിട്ടാ, പക്ഷേ ഇവൾക്കാവുമ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം. അത് കാരണം ഒരു കല്യാണം നമുക്ക് ഇനിയെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചിടുകയും ചോദിക്കുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചാണെങ്കിൽ ഉടനെ അമ്മേ ഇപ്പം കല്യാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം, എന്നിട്ട് അവന് തോന്നുന്ന സമയത്ത് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ ഒന്നിനും മറുപടി തരാതെ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു നടന്നാൽ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു രീതിക്കുള്ള ഇഷ്ടം എനിക്ക് നിന്നോട് ഇതുവരെ തോന്നിയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യാൻ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അത് കാരണം ദയവേത് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹീറോയിൻ കയറി വന്നിരുന്നത് കേട്ടോ. പെട്ടെന്ന് വെച്ച് അവൾ ഡോറ് തുറന്ന് വന്നത് കാണുമ്പോൾ ഹീറോ ആണെങ്കിൽ ഒന്നും പറയാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ആ ഫിയാൻസി പെങ്കൊച്ചും അവളുടെ അമ്മയും ആകെ കിളി പറയുന്ന അവസ്ഥയിലിരിക്കുന്നുണ്ട്. ഇതിലേറെ കിളി പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ ഹീറോയിനും കേട്ടോ. അവൾക്കൊന്നും മനസ്സിലാവാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട പാടെ തന്നെ ആ ഫിയാൻസി പെങ്കൊച്ചിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നടന്നു പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിനെ ഇത്രയും വേദനിപ്പിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങൾക്കുള്ള പണി ഞാൻ ഉടനെ തരുമെന്ന് പറഞ്ഞിട്ട് അവരോട് അത്രയും വൈരാഗ്യം വെച്ചോണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഫിയാൻസി പെങ്കൊച്ചിൻ്റെ അമ്മയാണെങ്കിൽ, മോനെ ഇപ്പം നീ കാണിച്ചത് ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അത് കാരണം ഇതിൻ്റെ ഫലം നീ ഇപ്പോഴല്ല പിന്നെ ഒരിക്കൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് ചെറുതായിട്ടല്ല ഒന്ന് വലുതായിട്ടൊക്കെ എന്താ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. പക്ഷേ ഹീറോ അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ ഹീറോയിനോട് ഞാൻ ഈ ചെയ്ത് തെറ്റാണെന്നറിയാം, എൻ്റെ ഈ പേഴ്സണൽ ഇഷ്യൂസിൽ നിന്നെ വലിച്ചഴിക്കുന്നത് വലിയൊരു തെറ്റാണ്, പക്ഷേ എനിക്കത് പറ്റിപ്പോയി, അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുപോയി എൻ്റെ ലൈഫിൽ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ എന്തോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും അവനൊരു അടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവൾ അവനെ പിടിച്ച് പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ലാതെ ഇവളെന്തായാലും ഇങ്ങനെ കിസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് അവനൊന്നും കിട്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിനൊരു ആൺകുട്ടിയുടെ തൻ്റെ ഇടക്കുള്ളൊരു പെൺകുട്ടിയല്ലേ, അത് കാരണം ഇവൾക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്താൽ അതോടുകൂടെ എല്ലാം തീരുമല്ലോ. അത് കാരണമായിരുന്നു അവൾ പിന്നെയും തിരിച്ച് കിസ് ചെയ്തിരുന്നത്. കിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവനോട് ഈ കാര്യം പറഞ്ഞിരുന്നത്, എന്തായാലും നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ട്, അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, നീ അവരെ ഒന്ന് ജസ്റ്റ് കാണാനായിട്ട് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും അതിന് ഓക്കെ പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെങ്കൊച്ചില്ലേ, അവളെ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് ഹീറോയിൻ്റെ ക്രഷുള്ള ആ പയ്യനാണെങ്കിൽ ഹീറോയിനോട്
നടക്കുന്ന ആ ചെക്കൻ ആരാ, അവളുടെ ലവറാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ അവളങ്ങനെ സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എപ്പോഴും ഒരു ബോസ്, ഒരു ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പറയും അവളുടെ കൂടെ നടക്കുന്ന ആ ചെക്കൻ അത് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രൈവറാണെന്ന്, ചിലപ്പോൾ പറയും അവളുടെ ബോസ് ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരിക്കലും അവർ തമ്മിൽ പ്രണയിക്കാനുള്ളൊരു വഴിയൊന്നും ഉണ്ടാവത്തില്ല. അവളുടെ ക്യാരക്ടർ നിനക്ക് തന്നെ അറിയാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴായിരുന്നു അവനൊരു ചെറിയ ആശ്വാസം വന്നിരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പം നമ്മുടെ ഹീറോയിനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിനകത്തുള്ള ചെറിയ സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഒരു അസുഖവും ഇല്ലാതെ അവിടെ ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ബെഡിൽ കിടക്കുന്ന എല്ലാവരോടും കാര്യവും പറഞ്ഞ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരേതോ ടൂർ പോയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഹീറോയിനോട് പുറത്തിങ്ങനെ വന്ന് ഇറങ്ങുന്നത് അവരുടെ കൂടെയുള്ള ഒരു പേഷ്യൻ്റ് കണ്ടപാടെ തന്നെ ഇതേ നിങ്ങളുടെ മകള് അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ അവർ അസുഖം നടിച്ച് ഇപ്പുറത്തെ ബെഡിൽ വന്നെല്ലാം സെറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിനും കൂടെ കയറി വന്നിരുന്നത് കേട്ടോ. വന്നപാടെ മോനെ നീ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ എന്നെ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞു. മോളെ അവന് നീ ആപ്പിളെടുത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ കിടക്കുന്ന ആ പേഷ്യൻസൊക്കെ എന്ത് ഭംഗിയാണ് നിൻ്റെ മരുമോനെ കാണാനായിട്ട്, നീ ഭാഗ്യം ചെയ്തവൾ തന്നെ, നിൻ്റെ മകൾക്ക് എന്തായാലും നല്ലൊരു പയ്യനെ തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തിരിച്ച് ഹീറോ ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെച്ചൊരു വലിയ ആപ്പിളെടുത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ വായിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയാണ് അവന് ആപ്പിൾ കൊടുക്കുന്നത്, അത് കട്ട് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അമ്മേ നമുക്ക് ഈ ആപ്പിളൊന്നും കഴിച്ച് നിൽക്കാനുള്ള സമയമില്ല, നമുക്ക് രണ്ടുപേർക്കും നല്ല ബിസിയാണ്, പുറത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയോ തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ ഹീറോയും പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് കൊണ്ടുവന്ന ഹീറോയിനോട് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായിട്ട് ആൻസർ തരണം. വേറൊന്നുമല്ല, അന്ന് ഞാൻ മദ്യപിച്ച ദിവസം നീ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയില്ലായിരുന്നു, അന്ന് നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ അതാണോ, അമ്മ നിൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഹീറോയിൻ ചോദിക്കുന്ന സമയത്തായിരുന്നു നീ നല്ല പിടിവാശിയുള്ള പെങ്കൊച്ചാണെന്നും ആർക്കും ഒരു കാര്യം നീ വിട്ടുകൊടുക്കത്തില്ല, മാത്രമല്ല നീ ചെറുതിലെ എപ്പോഴും കിടന്നുമുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അമ്മേനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ആകെ ചമ്മി നാറിയ അവസ്ഥയായിരുന്നു കേട്ടോ. എന്നിട്ട് അവനോട് എന്തായാലും നമ്മളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, അത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചിരിക്കാനേ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ വെച്ചെല്ലാം മറന്നു കളയും, ഞാനും നിന്നെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോടെല്ലാം മറക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവനും ആ ശരി നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മറക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ക്രഷുള്ള പയ്യനെ കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത്. അവരെങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇവൻ വരച്ച ആ ഫോട്ടോസൊക്കെ ഇവൾക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അവളത് കണ്ടിട്ട് അവൻ പ്രതീക്ഷിച്ചത്ര എക്സ്പ്രഷനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കൊള്ളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളെ വിളിച്ചു വരുന്നതിന് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും ആ നമ്മുടെ ഹീറോയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നുള്ള കാര്യം ഇവൻ അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയണം, നീയും നിൻ്റെ ബോസുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ, അതോ ഇനി എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടാണോ നീ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു ബന്ധവും ഇല്ല, എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും കല്യാണക്കാര്യം പറഞ്ഞ് നടക്കുന്ന കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോണ എൻ്റെ ബോസിനെ വെച്ച് പറയേണ്ടി വന്നു. അയാൾക്കും അങ്ങനെ തന്നെയാണ്, അയാളുടെ പുറകെ ഒരു പെൺകുട്ടി എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു, അത് കാരണം അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നോട് ജസ്റ്റ് ഒരു ലവറായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഒട്ടും യോജിച്ചു പോകാത്ത ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴായിരുന്നു അവനൊന്ന് ആശ്വാസമാകുന്നത് കേട്ടോ. അവനിങ്ങനെ ചിരിച്ച് സംസാരിച്ചിരുന്ന സമയത്തായിരുന്നു അവൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിരുന്നത്. ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് പിറ്റേ ദിവസം എന്തോ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ഒന്ന് തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു മണ്ണും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇതിനെപ്പറ്റി വിശദമായിട്ട് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം അവൾ പോയി അവതരിപ്പിക്കുന്ന സമയത്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഹീറോയ്ക്ക് ആ സമയത്തായിരുന്നു ഒരു ഡൗട്ട്, ഇത്രയും വലിയ ബുദ്ധിയൊന്നും അവൾ തലയ്ക്കാകത്തില്ല, പിന്നെ ഇവൾ ഈ പെട്ടെന്നൊരു ദിവസം വന്ന് ഇതൊക്കെ എങ്ങനെയാണ് അത്ര ഭംഗിയായിട്ട് പറഞ്ഞതെന്ന് അവൾ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൾ നിങ്ങൾക്കറിയാലോ എനിക്ക് ഇത്രയും വലിയ ബുദ്ധിയൊന്നുമില്ലാന്ന്, അത് കാരണം ഞാൻ ലൈറ്റായിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു, അങ്ങനെ അവൻ എനിക്ക് നല്ല രീതിയിൽ ഇത് പറഞ്ഞു തന്നു, അത് ഞാൻ അതുപോലെ വന്ന് വോമിറ്റ് ചെയ്താന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവനും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോയിനൊരു കോൾ വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറായിരുന്നു വിളിച്ചിരുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ വിളിച്ചിരുന്നത്. അവൾക്ക് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.